ഹലോ, മഞ്ജുഷയാണ്. നമ്മുടെ ക്ലാസ്സൊക്കെ നന്നായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കളർ മിക്സിങ് പഠിക്കാം. അപ്പോൾ കളർ മിക്സിങ് നമ്മൾ ഇതിന് മുന്നേ പല വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഓരോ പിക്ചേഴ്സ് ഞാൻ ട്യൂട്ടോറിയലായിട്ട് വീഡിയോസ് ചെയ്ത് ഇടുമ്പോഴത്തേക്കും അതിനകത്ത് എന്ത് കളറാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ മിക്സിങ്ങും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് അറിയാം ഏതൊക്കെ കളേഴ്സ് ആണെന്നുള്ളത്. എങ്കിലും നമുക്ക് ഈ 15 ഡേയ്സ് ചലഞ്ചിൽ നമുക്ക് ആ കളർ മിക്സിങ് കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിച്ചേ പറ്റൂ. അപ്പം ഞാൻ പെട്ടെന്ന് എല്ലാ കളേഴ്സും എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. പിന്നീട് നമ്മൾ ഓരോ പിക്ചേഴ്സും ചെയ്യുമ്പോൾ നമ്മൾ പിക്ചേഴ്സ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. പിക്ചേഴ്സ് ചെയ്യുമ്പോൾ അത് ചെയ്യാനായിട്ടുള്ള കളേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് മിക്സ് ചെയ്ത് അതിൻ്റെ റേഷ്യോ എല്ലാം ഞാൻ ആ സമയത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ എന്തൊക്കെയാണ് കളേഴ്സ് എന്നറിയുക, അതൊന്ന് മിക്സ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടെ ഒന്ന് അറിയുക. മ്യൂറലിൽ യെല്ലോ കളേഴ്സിൽ നമ്മൾ രണ്ടെണ്ണം ഉപയോഗിക്കാറുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറും ഉണ്ട്, ഒരു ഡള്ളായിട്ടുള്ള ആ മണ്ണിൻ്റെ കളർ തന്നെ വരുന്ന യെല്ലോയും ഉണ്ട്. മണ്ണിൻ്റെ കളർ തന്നെ വരുന്നത് യെല്ലോ ഓക്കറാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളത് പെർമനൻറ്റ് യെല്ലോ മീഡിയം ആണ്. അപ്പോൾ പെർമനൻറ്റ് യെല്ലോ മീഡിയം മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിക്ചർ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. യെല്ലോ ഓക്കർ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡള്ളായിട്ടുള്ള ഒരു കളർ, അത് കറക്റ്റ് ആ ഒരു മണ്ണിൻ്റെ ആ നാച്ചുറൽ കളർ തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ വരും. പിന്നെ ഇത് കൂടാതെ നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാം. അതായത് പെർമനൻറ്റ് യെല്ലോ മീഡിയം ഒരു ഹാഫ് എടുക്കുകയാണെങ്കിൽ, ഒരു ഹാഫ് ഡ്രോപ്പ് എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ യെല്ലോ ഓക്കർ എടുക്കുക. അങ്ങനെ നമുക്ക് ഈക്വലായിട്ട് മിക്സ് ചെയ്യാം. അപ്പം അത് ഞാൻ ഇനി മിക്സിങ് കാണിച്ചത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പെർമനൻറ്റ് യെല്ലോ മീഡിയം കയ്യിലില്ല, യെല്ലോ ഓക്കർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മിക്സിങ് കൂടെ ഒന്ന് പറഞ്ഞത്. ഇനി ബാക്കിയുള്ള കളർ മിക്സിങ് എല്ലാം ഒന്ന് നോക്കുക. മ്യൂറൽ പെയിൻറ്റിങ്ങിൽ 5 കളേഴ്സാണ് വരുന്നത്. ഇതിൽ വൈറ്റ് ഒന്നും നമുക്ക് വരില്ല, എങ്കിലും വൈറ്റ് ഞാൻ ഒന്ന് എടുത്ത് വെച്ചതേ ഉള്ളൂ. യെല്ലോ കളറാണ് ആദ്യം ഉള്ളത്. യെല്ലോ എന്ന് പറയുന്നത് നമുക്ക് പെർമനൻറ്റ് യെല്ലോ മീഡിയം ഉണ്ട്, യെല്ലോ ഓക്കറുണ്ട്. അതുകൂടാതെ റെഡിൻ്റെ കളറുണ്ട്, റെഡ് സ്കാർലറ്റിലേക്ക് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ബേൺസി തന്നെ വേണം. പിന്നെ ഇന്ത്യൻ റെഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് പേർഷ്യൻ ബ്ലൂ ആണ്. പിന്നെ സാബ് ഗ്രീന്. വൈറ്റ് ഞാൻ പറഞ്ഞു വൈറ്റ് എടുക്കാറില്ല, എങ്കിലും വൈറ്റ് ഞാനൊന്ന് എടുത്ത് വെച്ചതേ ഉള്ളൂ. വൈറ്റ് നമ്മൾ ആ ഒരു ക്യാൻവാസിൻ്റെ പ്രതലം തന്നെയാണ് യൂസ് ചെയ്യുന്നത് വൈറ്റ് കളറിന് വേണ്ടിയിട്ട്. ഇനി ബ്രഷുകളാണ്. ബ്രഷുകൾ ഇവിടെ 0 ഉണ്ട്, 00, 000, 1, 2 അങ്ങനെ നമ്പേഴ്സ് ഉണ്ട്. ഇത് 00, 000, 0 നിർബന്ധമായിട്ട് വേണം. പിന്നെ ബാക്കിയുള്ള കുറച്ച് വലിയ നമ്പേഴ്സ് ബ്രഷൊക്കെ നമ്മൾ കയ്യിൽ കരുതിയാൽ മതി. എങ്കിലും ഒരുപാട് ബ്രഷുകൾ വേണ്ട. ഈ 3 ബ്രഷുകൾ നിർബന്ധമായിട്ട് കയ്യിൽ ഉണ്ടായാൽ മതി. നമുക്ക് പെട്ടെന്ന് കളർ മിക്സിംഗ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ ആദ്യം കളറൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ കളർ വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് വെക്കുക. അതൊരു ചെറിയ സർക്കിൾ വരച്ചാൽ മതി. സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ നേരെ എഴുതി വെക്കുക യെല്ലോ ഓക്കർ. പിന്നെ പെർമനൻറ്റ് യെല്ലോ മീഡിയം ഒന്ന് ചെറുതായിട്ട് അടിച്ചിട്ട് അതിൻ്റെ നേരെ പെർമനൻറ്റ് യെല്ലോ മീഡിയം എന്ന കളറിൻ്റെ പേര് എഴുതി വെക്കുക. അപ്പം ഇവിടെ കളർ മിക്സ് ചെയ്യാൻ വേണ്ടി വെള്ളം ആഡ് ചെയ്യുമ്പം കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അതായത് ഓരോ ഡ്രോപ്പായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്. അങ്ങനെ വെള്ളത്തിൻ്റെ അളവ് നോക്കി പെയിൻറ്റ് മിക്സ് ചെയ്യുക. ഒരു നല്ല തിക്കായിട്ടും അല്ല, എന്നാൽ നല്ല ലൂസായിട്ടും അല്ല മിക്സ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇടയിൽ വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ബ്രഷ് നല്ല ഓടുന്ന രീതിയിൽ പെയിൻറ്റ് മിക്സ് ചെയ്യുക. അതാണ് ഏകദേശം ഒരു കണക്ക്. ഇനി എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ ചാർട്ട് പേപ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡ് ബുക്കിൽ തന്നെ ഒന്ന് വരച്ചാൽ മതി. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ കളർ മനസ്സിലാവാൻ വേണ്ടി ഒരു സർക്കിളിൽ വരച്ചിട്ട്, സർക്കിൾ വരയ്ക്കണമെന്നൊന്നുമില്ല, ഫ്രീ ഹാൻഡായിട്ട് നമുക്കിപ്പോൾ സർക്കിൾ വരയ്ക്കാൻ അറിയാം. അപ്പോൾ അതുപോലെ തന്നെ ബ്രഷ് വെച്ച് തന്നെ സർക്കിൾ വരച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ആ കളർ അതിൻ്റെ നേരെ എഴുതി വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇപ്പം പെർമനൻറ്റ് യെല്ലോ മീഡിയം ഇല്ല, അതുകൊണ്ട് ബാക്കിയുള്ളത് ഞാൻ കാണിക്കുന്നില്ല. പെർമനൻറ്റ് യെല്ലോ മീഡിയം ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് റെഡ് കളർ മിക്സ് ചെയ്യാം. റെഡ് കളർ മിക്സ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് സ്കാർലറ്റിലേക്കും ഇന്ത്യൻ റെഡും കൂടെയാണ്. ഇന്ത്യൻ റെഡ് ഓൾറെഡി ഒരു ഡാർക്ക് കളറാണ്, അതായത് ബേൺസി ആയിട്ട് സാമ്യമുള്ളൊരു കളറാണ്. അപ്പോൾ ഇന്ത്യൻ റെഡിൻ്റെ കൂടെ കുറച്ച് സ്കാർലറ്റിലേക്ക് ചേർക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു അതായത് നല്ല ബ്രൗൺ കളറാണ് ഇന്ത്യൻ റെഡ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് സ്കാർലറ്റിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് നേരത്തെ യെല്ലോ മിക്സ് ചെയ്തതുപോലെ മിക്സ് ചെയ്തിട്ട് അതും റെക്കോർഡ് ബുക്കിലൊന്ന് വരച്ച് അതിൻ്റെ പേര് എഴുതി വയ്ക്കുക. എഴുതുമ്പോൾ എങ്ങനെ എഴുതും, ഇന്ത്യൻ റെഡ് പ്ലസ് സ്കാർലറ്റിലേക്ക് എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു കണക്കൊക്കെ നമ്മളിനി കളർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. 2-3 ടൈപ്പിൽ നമുക്ക് റെഡ് കളർ മിക്സ് ചെയ്യാം. ഒന്ന് ഇതാണ്. ഇനി അടുത്തത് വരുന്നത് നമുക്ക് സ്കാർലറ്റിലേക്കും പെർമനൻറ്റ് യെല്ലോ മീഡിയം അല്ലെങ്കിൽ യെല്ലോ ഓക്കർ അതിൻ്റെ കൂടെ കുറച്ച് സാബ് ഗ്രീൻ ചേർക്കുമ്പോൾ നമുക്ക് റെഡ് കളർ കിട്ടും. അതുകൂടാതെ നമുക്ക് ബേൺസി എണ്ണയും സ്കാർലറ്റിലേക്കും കൂടെ മിക്സ് ചെയ്ത് റെഡ് കളർ ആക്കാം. അപ്പോൾ 2-3 രീതിയിൽ നമുക്ക് റെഡ് കളർ മിക്സ് ചെയ്യാം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് കാവി റെഡാണ്. അതായത് ആ മണ്ണിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറല്ല, കാവി കളറാണ് നമുക്ക് കിട്ടേണ്ടത്. ആ കളർ വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക.
ഇനി നമുക്ക് റെഡ് കളർ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ റേഷ്യോയിലൊക്കെ റെഡ് കളർ മിക്സ് ചെയ്യുമ്പം ഒരുപാട് ഡാർക്കായി പോവുകയാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു ഡോട്ട് ഒന്ന് യെല്ലോ ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് കുറച്ചൊന്ന് കുറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. പക്ഷേ ചേർക്കാതെ മാക്സിമം ഇത് തന്നെ വെച്ച് മിക്സ് ചെയ്ത് എടുക്കുക. പെർമനൻ്റ് യെല്ലോ മീഡിയം അല്ലെങ്കിൽ യെല്ലോ ഓക്കർ ഞാൻ ഇപ്പോൾ മിക്സ് ചെയ്യുന്ന ഇതിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞതിൽ തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇന്ത്യൻ റെഡും സ്കാർലറ്റിലേക്കും, അതല്ലെങ്കിൽ ഇന്ത്യൻ റെഡും ബേൺസ് ചെയ്യുന്നതും കൂടെ. ഓരോരുത്തരും എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന കളേഴ്സൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് വരച്ച് നോക്കുക കേട്ടോ. നമുക്ക് ഷെയ്ഡിങ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതാണ് നല്ലൊരു കാവ്യ റെഡാണ് നമുക്ക് കിട്ടുന്നത്. മ്യൂറലിൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് യെല്ലോ, റെഡ്, ബ്ലൂ, ഗ്രീന്, ബ്ലാക്ക്. ഇതാണ് 5 കളേഴ്സ് വരുന്നത്. ഈ 5 കളേഴ്സ് മാത്രമേ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള മ്യൂറലിൽ ഉപയോഗിക്കുകയുള്ളൂ. അല്ലാതെ ചില പിക്ചേഴ്സ് ഇപ്പോൾ കാണാറുണ്ട് മ്യൂറൽ കളറിനകത്ത് മജന്ത കളർ പിന്നെ റോസ് കളറൊക്കെ അടിക്കുന്നത്. അത് നമുക്ക് ആ ടിപ്പിക്കലായിട്ടുള്ള ഒരു മ്യൂറലിൻ്റെ കളേഴ്സ് അല്ല. ഈ 5 കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കളേഴ്സ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ ആ ഒരു ലൈറ്റ് കളറും ഡാർക്ക് കളറും ഒക്കെ ആക്കിയെടുത്തിട്ട് മ്യൂറൽ പെയിൻറ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പം കഴിവതും ഇനി നമ്മുടെ ഈ ക്ലാസ്സിൽ വരുമ്പോൾ ഈ കളേഴ്സ് മാത്രം യൂസ് ചെയ്യുക. ഒരിക്കലും പോയി മജന്ത കളറോ അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ റെഡ് കളർ മിക്സിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ബ്ലൂ കളർ എടുക്കാം. ബ്ലൂ നമ്മൾ എടുക്കുന്നത് കൃഷ്ണൻ്റെ ബോഡിക്ക് കളറ്, പിന്നെ വെള്ളത്തിന്, ആകാശങ്ങൾക്ക് ഒക്കെ നമ്മൾ ബ്ലൂ കളർ എടുക്കാറുണ്ട്. അപ്പോൾ പെർഷ്യൻ ബ്ലൂ ആണ് എടുക്കുന്നത്. പെർഷ്യൻ ബ്ലൂവിൻ്റെ കൂടെ പെർഷ്യൻ ബ്ലൂ തന്നെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്ലൂ കളറാണ് വരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാബ് ഗ്രീനും കൂടെ ചേർക്കണം. സാബ് ഗ്രീൻ ചേർക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ടിപ്പിക്കൽ മ്യൂറലിലെ ആ ഒരു ബ്ലൂ കളർ കിട്ടുക. അപ്പം ബ്ലൂവിൻ്റെ കളർ കൂടുതൽ വേണമെങ്കിൽ സാബ് ഗ്രീൻ കുറച്ച് ചേർക്കുക. ഇനി ഒരു ഗ്രീൻ ടോണാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, സാബ് ഗ്രീനിലേക്ക് കുറച്ച് പെർഷ്യൻ ബ്ലൂ ചേർത്ത് ആ ഒരു നല്ലൊരു ഗ്രീൻ കളർ, ഈ നല്ല ഗ്രീൻ കളർ ഞാൻ ഉദ്ദേശിക്കുന്ന മ്യൂറലിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഗ്രീൻ കളർ നമുക്ക് കിട്ടും. പിന്നെ ഒരു കളർ മിക്സിങ് വരുന്നത് പെർഷ്യൻ ബ്ലൂവിൻ്റെ കൂടെ റെഡ് കളർ ചേർക്കും. റെഡ് കളർ ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു കല്ലിൻ്റെ ഒരു കളർ പോലത്തെ ഒരു കളർ വരും. അത് നമ്മൾ മഹാവിഷ്ണുവിനും ഒക്കെ യൂസ് ചെയ്യാറ്. അതാണ് തിരുപ്പതി ഭഗവാനൊക്കെ ചെയ്യാനായിട്ട് അത് എടുക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഇനി ചെയ്യുമ്പോൾ നോക്കാം കേട്ടോ. ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ആ ഒരു കളർ മിക്സിങ് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾ പെർഷ്യൻ ബ്ലൂ മാത്രമുള്ള കളർ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം പെർഷ്യൻ ബ്ലൂവിൻ്റെ കൂടെ ഗ്രീൻ ചേർക്കുമ്പോൾ കളർ എന്താണെന്നും കൂടെ ഒന്ന് നോക്കിയെടുക്കുക. അതെല്ലാം ഒന്ന് തനിയെ മിക്സ് ചെയ്ത് വരച്ച് നോക്കുമ്പോഴാണ് ആ കളറിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നത്. വീഡിയോയിൽ ലൈറ്റൊക്കെ വരുമ്പോഴത്തേക്ക് അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ തനിയെ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഗ്രീൻ മിക്സ് ചെയ്യാം. ഗ്രീൻ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രീൻ മാത്രം മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കളർ കിട്ടും. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, യെല്ലോ മിക്സ് ചെയ്യാം. യെല്ലോ അല്ലെങ്കിൽ കുറച്ച് റെഡ് മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു ഗ്രീൻ കിട്ടും. നല്ല ഗ്രീൻ ഞാൻ നേരത്തെ പറഞ്ഞു, മ്യൂറലിൽ ചെയ്യുന്ന ഒരു ഗ്രീൻ കളർ നമുക്ക് കിട്ടും. എല്ലാ കളേഴ്സും നല്ല കളേഴ്സ് തന്നെയാണ്. പക്ഷെ നമ്മൾ മ്യൂറലിൽ ഉപയോഗിക്കുന്ന റെഡും ഗ്രീനും ബ്ലൂവിൻ്റെ കളറിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ ഈ നല്ല കളറിന് ഉദ്ദേശിച്ച് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മ്യൂറലിൽ ഉപയോഗിക്കുന്ന കളേഴ്സ്. ഇതിൽ നമ്മൾ വൈറ്റ് ഉപയോഗിക്കാറില്ല. വൈറ്റ് വേണ്ട ഭാഗത്തൊക്കെ ക്യാൻവാസിൻ്റെ പ്രതലം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് വേണ്ടത് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് നമ്മൾ ഇന്ത്യൻ ഇങ്കും എടുക്കും, പിന്നെ അക്രലിക്കിൻ്റെ ബ്ലാക്ക് കളറും എടുക്കും. ഇന്ത്യൻ ഇങ്ക് മാത്രമാകുമ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് വരും. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് അക്രലിക്കിൻ്റെ ബ്ലാക്കും കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് നമുക്ക് കിട്ടുക. ആ 2 കളേഴ്സും കൂടെ എടുക്കുക. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ 15 ഡേയ്സ് ചലഞ്ചിൽ 2 പിക്ചേഴ്സ് എങ്കിലും വരയ്ക്കണം എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ പിക്ചർ നമ്മൾ ഉടനെ തന്നെ വരയ്ക്കും. ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് ഒരു പിക്ചർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതിനകത്ത് പീക്കോക്ക് ഉണ്ട്, മരമുണ്ട്, പിന്നെ അരയന്നമുണ്ട്, ലോട്ടസ് ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ഒരു ചെറിയൊരു ഡ്രോയിങ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു കിറ്റ് ഞാൻ നൽകാമെന്ന് വിചാരിക്കുന്നു. ആ കിറ്റിനകത്ത് ആവശ്യമുള്ള പെയിൻറ്റ്, ക്യാൻവാസ്, വരയ്ക്കാനുള്ള പിക്ചർ, പിന്നെ ബ്രഷുകൾ, ഇത്രയും ചേർത്തിട്ടുള്ള ഒരു ചെറിയ കിറ്റാണ് ഉദ്ദേശിക്കുന്നത്. അത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ഓൾറെഡി പെയിൻറ്റും ബ്രഷും എല്ലാം ഉള്ളവർ വാങ്ങേണ്ട ആവശ്യമില്ല. ഇല്ലാത്തവർ ഇപ്പം വലിയ റോളായിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആ ഒരു പിക്ചർ ചെയ്യാനായിട്ടുള്ള ക്യാൻവാസ് ഞാൻ അതിനകത്ത് അളന്ന് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അത് ചെയ്യാനായിട്ടുള്ള പെയിൻറ്റും പിന്നെ ബ്രഷ് ഒരു 3 ബ്രഷെങ്കിലും അതിനകത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പൈസയിലേക്ക് പോവാതെ ചെറുതായിട്ട് നമുക്കൊരു പിക്ചർ ചെയ്യാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിറ്റാണ് ഉദ്ദേശിക്കുന്നത്. അത് വാങ്ങാൻ താല്പര്യമുള്ളവർ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയയ്ക്കുക. അതല്ലെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയയ്ക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. വാങ്ങണമെന്ന് നിർബന്ധമില്ല. വാങ്ങാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയയ്ക്കുക. അല്ലാത്തവർ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചാൽ മതി. 2-3 ക്ലാസ് കഴിയുമ്പോഴായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് അനൗൺസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ.
ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ച് തന്നെ ലോങ് ഹെയർ ബ്രഷ് കിട്ടാനില്ല, പിന്നെ ചെറിയ ക്യാൻവാസ് ചെറുതായിട്ട് വാങ്ങാൻ കിട്ടുമോ, അതായത് എനിക്ക് ചെറിയൊരു പിക്ചർ ചെയ്യാനാണ്, അത്രയും വലിയ 1 മീറ്റർ, ചില സ്ഥലത്തൊക്കെ 1 മീറ്ററൊക്കെ കിട്ടുള്ളൂ, അപ്പോൾ അത്രയും ആവശ്യമില്ല എന്ന് പറഞ്ഞ് മെസ്സേജുകൾ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കിറ്റിനെ കുറിച്ച് ആലോചിച്ചത്. കിറ്റാവുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എല്ലാം ഉണ്ടാവും. അതുകൂടാതെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ചെറിയ നോട്ടും കൂടെ അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു കിറ്റാണ്. അപ്പം ആവശ്യമുള്ളവർ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയയ്ക്കുക, അതല്ലെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നതാണ് നമ്മൾ ആദ്യം വരയ്ക്കുവാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വള്ളികളും ലതകളും ഉണ്ട്, പീക്കോക്കുണ്ട്, പിന്നെ ഒരു മരമുണ്ട്. മരമാണ് വരച്ച് കാണിക്കാൻ, അത് ഞാൻ ഉടനെ തന്നെ കാണിച്ചു തരാം. പിന്നെ ലോട്ടസ് വരുന്നുണ്ട്, പിന്നെ അരയന്നം വരുന്നുണ്ട്, വെള്ളത്തിൻ്റെ ഭാഗം വരുന്നുണ്ട്, പാറക്കൂട്ടങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് പോസ്റ്റിൽ ഇട്ടേക്കാം, അപ്പോൾ അത് എല്ലാവരും നോക്കിയിട്ട് വരയ്ക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കിറ്റിനകത്ത് ഈ പടവും കൂടെ ചേർത്തിട്ടുണ്ട്. കിറ്റിനകത്ത് പിക്ചറുണ്ട്, നോട്ട്സ് ഉണ്ട്, പിന്നെ പെയിൻ്റ് ഉണ്ട്, 2 ബ്രഷ് ഉണ്ടാവും, പിന്നെ ക്യാൻവാസ് ഉണ്ടാവും. ഇത്രയാണ് നമ്മുടെ കിറ്റ് വരുന്നത്. കിറ്റിൻ്റെ റേറ്റ് വന്നിട്ട് 600 ആണ് ഇപ്പോൾ വിചാരിക്കുന്നത്. 600 പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും. ഓരോ സ്ഥലത്തിനനുസരിച്ച് കൊറിയർ ചാർജിൽ വ്യത്യാസം വരും. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോ ഇടുന്നതാണ്, 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇടാമേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കളർ മിക്സിംഗ് എല്ലാം ഒന്ന് എഴുതി വെക്കുക. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് എന്തൊക്കെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് മാത്രം എഴുതുക. സ്കാർലറ്റിലേക്കും ബേൺസിയനെ മിക്സ് ചെയ്തു, സ്കാർലറ്റിലേക്കും ഇന്ത്യൻ ഇങ്കും ഇവിടെ മിക്സ് ചെയ്തു, പിന്നെ ഇത് കൂടാതെ ഒരു റെഡ് കളറും കൂടെ ഉണ്ട് കേട്ടോ, വെർമീലിയൻ എന്ന് പറഞ്ഞൊരു കളറും കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ എല്ലാം കൂടെ വാങ്ങേണ്ട ആവശ്യമില്ല. തൽക്കാലം പെയിൻറ്റ് ഇല്ലാത്തവർ 1 or 2 കളേഴ്സ് മാത്രം വാങ്ങിച്ചാൽ മതി, അല്ലാതെ ഒരുപാട് വാങ്ങേണ്ട ആവശ്യമില്ല. അതനുസരിച്ച് നമുക്ക് ചെയ്യാം, അല്ലാണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിച്ച് വെക്കണ്ട കേട്ടോ. ഏറ്റവും ചെറിയൊരു ട്യൂബും കൂടെ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുക. അപ്പോൾ എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ ഇനി വീഡിയോ ആയിട്ട് തന്നെ ഇടും, അന്നേരം വാങ്ങിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന കളർ മിക്സിങ്ങിൻ്റെ റേഷ്യോ പറ്റുമെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. അതായത് റെഡിന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സിറം കാണിക്കാറുള്ളത് സ്കാർലറ്റിലേക്കും പെർമനൻറ്റ് യെല്ലോ മീഡിയം അല്ലെങ്കിൽ യെല്ലോ കുറേ ഏതെങ്കിലും ഒരു കളർ എടുക്കുക, പിന്നെ കുറച്ച് സാബ് ഗ്രീനും കൂടെ. സാബ് ഗ്രീൻ ഒരു 1 or 2 ഡോട്ട് എടുക്കുള്ളൂ, അതിൻ്റെ ആ ടോണൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ കാണിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കളറിങ്ങിലേക്ക് പോകുമ്പോൾ ഒന്നും കൂടെ ഞാൻ വിശദമായിട്ട് പറയുന്നതാണ്, അന്നേരം ഒന്ന് കറക്റ്റായിട്ട് എഴുതി വെച്ചാൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.